പ്രിയപ്പെട്ടവരെ, അങ്ങനെ കേരളം ഇനി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുന്നു. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തി. 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തമാക്കിയത് നവകേരള സൃഷ്ടിയിലെ നാഴികക്കല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1000 കോടി രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കിയത്. ഒരിടത്തും പട്ടിണിയില്ലെന്നുറപ്പാക്കി. എല്ലാ മേഖലയിലും നേട്ടങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. ജയലക്ഷ്മി എന്ന മന്ത്രി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി ഗൗരവമായി വിലയിരുത്താൻ സമയമായി. അത് വിലയിരുത്തണമെങ്കിൽ ആദിവാസി കുടികളിൽ എന്തു നടക്കുന്നു എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അറിയണം. അരിയും റാഗിയും ഒക്കെ കൊടുത്തിട്ടും ആദിവാസികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പരാതി പറയുന്നത്. അവിടെയുള്ള പല പ്രശ്നങ്ങളുടെ കൂടെ പല തെറ്റിയാലും വ്യാഖ്യാനിച്ചാലും ഒരു കാര്യം ഉറപ്പ്: ഊരുകളിലെല്ലാം മതിയായ തോതിൽ ഭക്ഷണമില്ല, കക്കൂസുകളിൽ വെള്ളമില്ല, കുടിക്കാനും വെള്ളമില്ല. മറ്റൊരു മന്ത്രി ഇതേപ്പറ്റി പറയുന്നത് കേൾക്കുക. പ്രശ്നം വെച്ചാൽ അവിടെ മദ്യത്തിന്റെ വ്യാപകമായ ഉപയോഗം നമ്മൾ കാണാതെ പോകരുത്. ഗർഭിണികളായ അട്ടപ്പാടിലെ ട്രൈബൽ സ്ത്രീകൾ പോലും ഈ ചാരായം കഴിക്കുകയാണ്. ഗർഭിണികളുടെ മദ്യപാനമാണ് കുട്ടികളുടെ മരണത്തിനൊരു കാരണം എന്ന് പറയുമ്പോൾ എന്തു തെളിവാണ് മന്ത്രി കെ സി ജോസഫിന്റെ കയ്യിലുള്ളത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ടോ? ഡോക്ടർമാർ പറഞ്ഞു. അവിടുത്തെ വെൽഫെയർ ഉദ്യോഗസ്ഥന്മാർ സ്ഥിരീകരിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടോ? പോഷകാഹാരക്കുറവ് കൊണ്ടാണ് കുട്ടികൾ മരിക്കുന്നത് എന്ന് എല്ലാ പഠന സംഘങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പോഷകാഹാരക്കുറവെന്നാൽ ഭക്ഷണമില്ലായ്മയാണ് എന്ന് ആദിവാസി കുടികളിൽ ചെന്നാൽ മനസ്സിലാകും.